ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ സേമിയയും സോയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സേമിയ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സേമിയ സോയ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി വന്നാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 പട്ട, 3 ഗ്രാമ്പും 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായി അരിഞ്ഞെടുത്തത് സവാളയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഈ സവാള നല്ലോണം ഒന്ന് വഴഞ്ഞു വരണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നവരേക്കും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഴുത്ത തക്കാളി, ഒരു 3 പഴുത്ത തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ സോയ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ സോയയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടെടുത്ത് സോയ നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ സോയ ആണെങ്കിൽ അതൊന്ന് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോയയും കൂടി ചേർത്ത് കൊടുക്കും. സോയ ചേർക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സേമിയയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം എരിവ് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് സോയനൊന്ന് വഴറ്റിയെടുക്കാം. സോയ നല്ലോണം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലത്തെ സേമിയാണ്, റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. 3 പാക്കറ്റ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സേമിയ വറുത്തെടുത്ത സേമിയാണ്, അതുകൊണ്ട് നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ഒക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സേമിയയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ്, എരിവൊക്കെ നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എല്ലാം പാകത്തിനായിട്ട് ഇട്ട് കൊടുത്തത് കാരണം ഈ സമയത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊരു നല്ലൊരു പുളിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ലെമണാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന. നമ്മൾ ലെമൺ ചേർത്ത് കൊടുക്കുന്നത് സേമിയ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യിൻ്റെ
അളവ് കൂട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ സേമിയ സോയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സിലും അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാലഡ്, തൈര് ഒഴിച്ചിട്ടുള്ള സാലഡ് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ